ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ കല്യാൺ സിൽക്സിൽ വന്നേക്കാണ്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇതൊക്കെ ചുരിദാർസാണ്. ഇവിടെ നിന്നാണ് മമ്മി ബ്ലൗസ് എടുത്തത്. ഇവിടെയൊക്കെ മെറ്റീരിയൽസ് ആണ്. ഇതെനിക്ക് വായിക്കാൻ അറിയത്തില്ല, നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം. ആൻറ്റി, ഇതൊക്കെ ഏത് ടൈപ്പ് മെറ്റീരിയൽസ് ആണ്? ഇതെല്ലാം നെറ്റിന്റെ ഫാബ്രിക്കാണ്. ആൻറ്റി അത് ഷിഫോൺ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷിഫോൺ, ഓർഗാൻസ, പ്രിന്റഡ് കോട്ടൺ. അപ്പുറത്ത് എന്തിൻ്റെ ആയിരുന്നു? കോട്ടൺ സെക്ഷൻ നമ്മൾ ഷഫിൾ ചെയ്തായിരുന്നു. കോട്ടൺ സെക്ഷൻ. ഓക്കെ, ഫുള്ള് കോട്ടൺ. ഇപ്പോൾ കോട്ടൺ ഫെസ്റ്റ് ആയതുകൊണ്ട് കോട്ടന്റെ കൂടുതൽ കളക്ഷൻസ് അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഡിസൈനർ സാരീസൊക്കെ ആണെങ്കിലും ഉണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കാൻ പോവാണ്. കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസസ്, മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഷാളാണ്. ആൻറ്റി, ഇതിൻ്റെ അടിയിലത്തെയും ഷാളാണോ? അടിയിലത്തെയും ഷാളാണോ? വെറൈറ്റി ഷോൾസ് ഉണ്ട്. ഷോൾസ്, കോട്ടൺ ഷോൾസും കാര്യങ്ങളൊക്കെ. ഇത് ഇന്നർവിയർ സെക്ഷൻ. ലേഡീസിന്റെ കൊള്ളാമല്ലേ, നല്ല ഡ്രസ്സുണ്ട് കാണാൻ. ജീൻസ് വിയർ, ജീൻസിന്റെ കൂട്ടത്തിൽ ഇടാനൊക്കെ ഇത് കൊള്ളാം. അതെന്തുവാ? ഒരു ഹുഡി ടൈപ്പ് അല്ലേ? ഇതൊക്കെ ടീഷർട്ട്സ് ആണ്. ഇതും ഒരു ഷർട്ടാണിത്. ഇതും ഷർട്ട്സ് ആണ്. ഇത് ടീഷർട്ട്, ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് അല്ല അത്, ഇത് ബനിയൻ്റെ അല്ല, ഒരു സ്ട്രഗ് ടൈപ്പാണ് അത് വരുന്നത്. ഒരു ഇതിൻ്റെ അടിയിൽ ഇന്നർവിയർ ഇട്ടിട്ട് ഇടുന്ന പോലത്തെ. ഇതൊക്കെ ഷർട്ട്സ് ആണ്. ഷർട്ട് ടൈപ്പ്, ലോങ് ഷർട്ട്. ലോങ് ഷർട്ട്സ്. കുർത്ത ബൈ ഷർട്ടാണെന്ന് തോന്നുന്നത്. ഷോർട്ട് ഫാൻസി. സ്ലീവ്ലെസ്. സ്ലീവ്ലെസ് അല്ല, പുതിയ ഫാഷന്. വൺ സൈഡ് ഇതുണ്ട്, കഫ്താൻ പോലത്തെ ഒരു ഇതും, ഇപ്പോഴത്തെ സ്ലീവ്ലെസ്സും. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഈ ടോപ്പ് പോലത്തെ, ടോപ്പ് ജീൻസിന്റെ കൂടെ ഇടാം, ഇടാൻ പറ്റും. ബാഗി പാൻസിന്റെ കൂടെ ഇടാം. ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. ഇവിടെ കുർത്താസ്. നമുക്ക് ഈ ടോപ്പ് പോലത്തെ ഫ്രോക്കല്ല, കുർത്തായത്. കുർത്ത എന്ന് പറഞ്ഞാൽ ചുരിദാറിന്റെ ഒരു ടോപ്പ് പോലെ ഇടുന്നത് കേട്ടോ. കുർത്തി അതെല്ലാം അതുപോലത്തെ ടൈപ്പാണ്. നല്ലതാണ്. ഇതും കുർത്തയാണ്. വൈറ്റ് പലാസോ ഇല്ലേ?
ബില്ലിങ്. മമ്മീനെ സാരി ഉടുപ്പിക്കുകയാണ്. ഇവിടെ കളിക്കാണ്, സാരി ഉടുക്കാണ്. റേഞ്ച് കുറഞ്ഞത് ഇതുപോലത്തെ ഒരു നോക്കാമോ? ഈ ഒരു അത് വേണ്ട. ബാക്കി പിന്നെ അങ്ങനെയുള്ളു അല്ലേ? അതില് റെഡ് ഷാൾ, സോഫ്റ്റ് ഷാളുകളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഷാളാണ്. സൂപ്പർ ഷാൾസ്. എല്ലാം കൂടെ കാണിച്ചിരിക്കുന്നത്. എടി ആ പച്ചയും കൂടെ ഇട്ടുണ്ട്. ആ മഞ്ഞ എടി ആ പിങ്ക് കൂടി അപ്പുറത്ത് ആ പിങ്ക് അതിന്റെ അപ്പുറത്ത് ഓറഞ്ചിന്റെ ഇത്രയും ഷാളുകൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കാണ്. ഇതൊന്ന് പാട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഷാളുകൾ. സിസ്റ്റർ, യു വാണ്ട് ദിസ് ഷാൾ? അപ്പം ഞാൻ സാരി വിൽക്കുവായിരുന്നു. എടി ആ സാരി അവിടെ വിറ്റ്, ആ ഷോളെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്ത്. എടി നീ അവിടെ വിളിച്ചിട്ട് ഷോളെല്ലാം ഷാളുകാരിയാണേ. എടി ആ ഷോള് വേണ്ട. നീ ഷോളെന്ന് പറയാ, നീ ഷോള പറയുന്നേ. ആ ഷോളും കൂടെ എടുത്തുള്ളൂ. എടി പിന്നെ ഷോളെന്നാ പറയുന്നത്. ഈ പർപ്പിളും കൂടി ഇട്ടോണ്ട് വേണം. അതായിരുന്നു എന്തൊക്കെ ഷാളുണ്ട് മാഡം? എനിക്ക് ഈ 2 ഷാളും കൂടെ എടുക്കണം. ഈ 2 പച്ച ഷാളും. ഷാളൊക്കെ കൊടുക്കൂ. ഷാൾസാണ്. എന്തൊക്കെ ഷാളുണ്ട് മാഡം? എനിക്ക് ഈ 2 ഷാളും കൂടെ എടുക്കണം. ഈ 2 പച്ച ഷാളും. ഷാളൊക്കെ കൊടുക്കൂ. ഷാൾസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഷാൾ. ഇതൊക്കെ അങ്ങനെയായിട്ട് കളക്ഷൻസ് ഉണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വരാവൂ. നല്ല കളക്ഷൻസ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ വരണം.
വെസ്റ്റേൺ ഫ്രോക്ക് ഇത് വെസ്റ്റേൺ ഫ്രോക്ക് ഇത് 3/4 ലെങ്ത് വരും. കാണിക്കാം ഷോർട്ടായിട്ട് വരുന്ന ഷർട്ട്. അതല്ല ഷർട്ട് ക്രോപ്പായിട്ട് വരുന്ന ഷർട്ട്. ഇതും തന്നെയാണ്. ഇതും അത് തന്നെ ക്രോപ്പായിട്ട് വരുന്ന ഷർട്ട്. വെറൈറ്റി ആയിട്ടുള്ള മോഡൽ. ടീഷർട്ടാണ്. ടീഷർട്ടിന് വെറൈറ്റി ആയിട്ട് പാറ്റേൺ. പിന്നെ കുർത്തീസായിട്ടൊക്കെ ഉണ്ട്. ഇത് എന്ത് ടൈപ്പാ? ജീൻസിൻ്റെ കൂടി ഇരുന്ന പാറ്റേൺ. ഫ്രോക്ക് കുർത്തീസ് വരുന്നത് കുർത്തീസിൻ്റെ കോട്ടൺ പാറ്റേൺ വരില്ല. ഇത് സാരിയാണോ? കുർത്തീസിൻ്റെ പാർട്ടി വെയർ വരുന്ന കുർത്തീസ് പാറ്റേൺ. ഇത് കോൺസെപ്റ്റ് വരുന്നത് അത് ജീൻസ് ബോട്ടംസ്. എല്ലാം റെഡിമെയ്ഡ് ചുരിദാർ. ഞാൻ ഇവിടുന്ന് ചെന്ന 8:15 ലോങ് ഫാൻസി ഫ്രോക്സ്. ഇത് ബോഡിക്കോൺ ആയിട്ട് വരുന്ന പാറ്റേൺ. കൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. സാരി കച്ചവടമാണോ? മമ്മീനെ ഇവിടെ സെറ്റൊക്കെ ചെയ്ത് യൂട്യൂബർ എവിടെയെന്ന് അവിടൊക്കെ നോക്കുമായിരുന്നു. ഇത് കണ്ടില്ലേ? അത് മതി എനിക്ക് ദിസ് വൺ. കണ്ടില്ലേ ഗായ്സ്, ഷോള് കച്ചവടമാണ്. ഏതാ മേഡം? ഒരു ആ റേഞ്ചിന്റെ എല്ലാവരും കല്യാൺ സിൽക്സ് വിസിറ്റ് ചെയ്ത് നോക്കണം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവല്ല കല്യാൺ സിൽക്സിലാണ്. കല്യാൺ സിൽക്സിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും കല്യാൺ സിൽക്സ് ഉണ്ട്. എല്ലാവരും വന്ന് നോക്കും. ബ്ലൗസിന്റെ ലൈനിങ് എടുക്കണേടാ.
ഗായ്സ് നമ്മളാണെങ്കിൽ ഇറങ്ങുവാണ് കല്യാണ സിൽക്കിൽ നിന്ന് ബെല്ലടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. മാനേജർ അങ്കിളാണ് തന്നത്. അപ്പം പിന്നെ കാണാം.